നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പരിപാടിക്ക് ക്ഷണിച്ചത് മുതൽ തുടങ്ങിയ വിവാദം ഇന്നലെ കൂടുതൽ വഷളായിരുന്നു. മന്ത്രിമാർ വേദിയിൽ കയറുന്നതിന് മുമ്പായി ബി.ജെ.പി. അധ്യക്ഷൻ കയറിയിരുന്നതും മുഹമ്മദ് റിയാസ് ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതോടെ രാജീവിനെതിരെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ഈ ട്രോളുകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായി ഇന്ന് അദ്ദേഹം രംഗത്ത് വന്നു. മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പരിഹാസം. എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു, മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ മാറ്റം വരുത്താൻ ബി.ജെ.പിക്ക് കഴിയൂ. ബി.ജെ.പി. അധികാരത്തിൽ എത്തിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിഴിഞ്ഞം ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റാണ്. ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട്. വേദിയിൽ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി. മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. CPM-കാർ മുഴുവൻ ട്രോളുകയാണ്. വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാൻ കാരണം നരേന്ദ്രമോദിയാണ്. അവർക്ക് ഇനി എന്തുമാത്രം സങ്കടപ്പെടാനിരിക്കുന്നു. എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു, ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം, മരുമകന് വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. താൻ നേരത്തെ വേദിയിലെത്തിയതാണ് ചിലർക്ക് പ്രശ്നം. പ്രവർത്തകർ നേരത്തെ വരും, അവരെ കാണാനാണ് താൻ നേരത്തെ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രാജീവ് ചന്ദ്രശേഖർ കാണിച്ചത് അല്പത്തരമെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ദേശാഭിമാനി രംഗത്ത് വന്നത്. പിൻവാതിലിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്ന് ദേശാഭിമാനി പരിഹസിച്ചു. മണിക്കൂറുകൾക്ക് മുൻപേ വേദിയിൽ വന്നിരുന്ന അദ്ദേഹം അവിടെ ഇരുന്ന് ബി.ജെ.പി. പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. രാജീവ് ചന്ദ്രശേഖറിന്റെ അല്പത്തരത്തിന് രാജ്യം സാക്ഷിയായെന്നും എഡിറ്റോറിയലിൽ പരാമർശമുണ്ട്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടോ അല്ല, സ്വന്തം അമ്മായിയപ്പനോടാണെന്ന് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മരുമകനായതുകൊണ്ട് ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ബി.ജെ.പി. അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും തൃശൂരിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല. മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇവിടെ ഏത് ബി.ജെ.പി. അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടപ്പിക്കുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത്. അതൊന്നും വകവെച്ച് കൊടുക്കാനാകില്ല. SPGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് സദസ്സിലും വേദിയിലുമുള്ളവർ എത്തേണ്ടതാണ്. അത്രമാത്രമേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ബ്രിട്ടാസും വിൻസെന്റും റഹീമും എല്ലാം വന്നു. എന്നാൽ അതൊന്നും വിമർശകർ കണ്ടില്ലല്ലോ. ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും. രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല, ഭാരത് മാതാ കി ജയ് ആണ് വിളിച്ചത്. പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണത്. മന്ത്രി VN വാസവൻ LDFന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബി.ജെ.പി. അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നുവെന്നും സുരേന്ദ്രൻ ചോദിച്ചു. അതേസമയം രാജ്യത്തിന്റെ ആകെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന സന്ദർഭത്തിൽ സങ്കുചിതവും ബാലിശവുമായ മുതലെടുപ്പ് നടത്തിയ പ്രതിപക്ഷ നേതാവ് നാണം കെട്ടുവെന്നാണ് ദേശാഭിമാനി എഡിറ്റോറിയലിൽ വിമർശിക്കുന്നത്. മരുമകനായതുകൊണ്ട് ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ബി.ജെ.പി. അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും തൃശൂരിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു.